ഇന്ത്യയിൽ അടുത്ത വിവാദത്തിനിതാ തിരികൊളുത്തിയിരിക്കുന്നു. ബാബറി മസ്ജിദിന്റെ പേരില്ലാതെയാണ് NCERT പുതിയ +2 പാഠപുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിന് പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുതിയ ബുക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള BJPയുടെ രഥയാത്ര, കർസേവകരുടെ പങ്ക്, 1992 ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിലുണ്ടായ വർഗീയ കലാപം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം, അയോധ്യയിൽ നടന്ന സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന BJPയുടെ പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പുസ്തകത്തിലില്ല. 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്ന വിശേഷണമാണ് പാഠപുസ്തകത്തിൽ പകരം പരാമർശിച്ചിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നായിരുന്നു NCERTയുടെ പഴയ പാഠഭാഗത്തിലുണ്ടായിരുന്നത്. കല്യാൺ സിംഗിന് എതിരായ സുപ്രീം കോടതി നടപടിയും പുതിയ പുസ്തകത്തിലില്ല. ഇതടക്കം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് പഴയ പാഠപുസ്തകത്തിലുണ്ടായിരുന്ന 2 പേജുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള BJP രഥയാത്രയും കർസേവകരുടെ പങ്കും പുതിയ പാഠപുസ്തകത്തിലില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർ ഭാഗി പണി കഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം. എന്നാൽ പുതിയ പുസ്തകത്തിൽ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് 1528-ൽ നിർമ്മിച്ച 3 മിനാരങ്ങൾ ഉള്ള കെട്ടിടമെന്നാണ് പറയുന്നത്. കൂടാതെ കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെന്നും പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. പള്ളി പൊളിച്ചതും വർഗീയ കലാപം ഉടലെടുത്തതുമെല്ലാം പുതിയ പുസ്തകത്തിൽ മാറ്റിയിട്ടുണ്ട്. ബാബറി മസ്ജിദ് തകർത്തു, കല്യാൺ സിംഗ് സർക്കാരിന് പിരിച്ചുവിട്ടു എന്ന തലക്കെട്ടോടെ 1992 ഡിസംബർ 7 മുതലുള്ള പത്രലേഖനങ്ങളുടെ ചിത്രങ്ങൾ പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും പുതിയ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് 4 പേജുകൾ ടെക്സ്റ്റിലുണ്ടായിരുന്നു. ഇത് 2 പേജായി കുറച്ചിട്ടുണ്ട്. അയോധ്യ തർക്കത്തിലെ സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള ഒരു ഉപവിഭാഗവും പാഠപുസ്തകത്തിന്റെ പുതിയ പതിപ്പിൽ ചേർത്തിട്ടുണ്ട്. അതേസമയം ബാബറി മസ്ജിദ് വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ UPയിൽ ഒതുങ്ങി നിന്ന ബാബറി മസ്ജിദ് വിഷയം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ 1984-ൽ സംഘപരിവാർ സംഘടനകൾ രാമജന്മഭൂമി പ്രസ്ഥാനം ആരംഭിക്കുകയായിരുന്നു. മുസ്ലിം പ്രീണനം എന്ന ആരോപണത്തെ മറികടക്കാൻ മൃദു ഹിന്ദുത്വം സ്വീകരിച്ച കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ 1986-ൽ ബാബറി മസ്ജിദ് പൂജകൾക്കായി തുറന്നുകൊടുത്തു. പള്ളിയുടെ വീണ്ടെടുപ്പിന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ മുൻകൈയിൽ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ചു. വോട്ട് മോഹത്തിൽ ബാബറി മസ്ജിദ് ഭൂമിയിൽ ശിലാന്യാസം നടത്താൻ 1989-ൽ രാജീവ് ഗാന്ധി സർക്കാർ VHPയെ അനുവദിക്കുന്നു. 8-ാം ലോക്സഭയിൽ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 1989-ൽ നടന്ന അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ 85 സീറ്റിലേക്ക് ഉയരാൻ രാമക്ഷേത്ര പ്രക്ഷോഭം സഹായിച്ചു. കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു. BJP പിന്തുണയോടെ VP സിംഗ് സർക്കാർ അധികാരത്തിലേറി. സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് രാമക്ഷേത്ര രഥയാത്ര നയിച്ച LK അദ്വാനിയെ ബീഹാറിലെ സമസ്തിപൂരിൽ ലാലു പ്രസാദ് യാദവ് സർക്കാർ അറസ്റ്റ് ചെയ്തു. VP സിംഗിനുള്ള പിന്തുണ BJP പിൻവലിച്ചു. 91-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. 121 സീറ്റുമായി BJP ഏറ്റവും വലിയ 2ാമത്തെ കക്ഷിയായി. ബാബറി മസ്ജിദ് വളപ്പിൽ പ്രതീകാത്മക പൂജയ്ക്കായി ഒത്തുചേരുമെന്ന VHP പ്രഖ്യാപനത്തിൽ ആശങ്കയറിയിച്ച് മുസ്ലിം നേതാക്കൾ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ കാണുന്നു. ഒന്നും ഭയക്കേണ്ടെന്നും അരുതാത്തത് സംഭവിച്ചാൽ അയോധ്യയിലേക്ക് പട്ടാളത്തെ അയക്കുമെന്നും റാവുവിന്റെ ഗ്യാരണ്ടി. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ലെന്ന് സുപ്രീം കോടതി മുൻപാകെ UPയിലെ കല്യാൺ സിംഗ് സർക്കാരും. ഡിസംബർ 6, 1992 ബാബറി മസ്ജിദ് വളപ്പിൽ കടന്നുകയറിയ 10,000-കണക്കിന് സംഘപരിവാർ പ്രവർത്തകർ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ നേതാക്കളുടെ വിദ്വേഷ പ്രസംഗത്തിന് ശേഷം പള്ളി തകർക്കുന്നു. പള്ളി പൊളിച്ച കർസേവകർ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്നു. അയോധ്യയിലെമ്പാടും അക്രമം അഴിച്ചുവിട്ടു. ഇന്ത്യയെമ്പാടും വർഗീയ കലാപങ്ങൾ അന്ന് കത്തിജ്വലിച്ചു. ഇന്നും മറക്കാതെ പലരുടെയും മനസ്സിൽ ബാബറി മസ്ജിദ് അങ്ങനെ നിലകൊള്ളുകയാണ്.